ബംഗാളിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മമതാ ബാനർജി വലിയ മാർജിനിൽ തന്നെ അവിടെ തോറ്റു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വോട്ട് ചോരിയാണ് ഇതിൻ്റെ കാരണം. EVM മെഷീനുകൾ അപ്പാടെ മാറ്റിക്കളഞ്ഞു. ഇങ്ങനെ പല ആവലാതികളും പറയുന്നുണ്ട്. ഇത് എല്ലാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒരാഴ്ച ഈ പറച്ചിൽ നിലനിൽക്കും. ശേഷം അവരും അത് മറക്കും. വീണ്ടും ഇതേ സിസ്റ്റത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിന് പോവുകയാണ് ഈ പാർട്ടികളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ വോട്ട് ചോരി, ഈ SIRലൂടെ വോട്ട് വെട്ടിമാറ്റി എന്നൊക്കെ പറയുന്നത് എത്ര കണ്ട് ശരിയാണ് എന്ന കാര്യം വീണ്ടും വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഒരു വോട്ട് ചോരിയെ സംബന്ധിച്ച് ആരും പറഞ്ഞിട്ടില്ല. നേരത്തെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി അങ്ങനെ ചില തിരിമറികൾ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളുടെ വോട്ട് ചേർക്കലൊക്കെ നടന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിൽ കുറച്ചൊക്കെ ശരിയുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. ഏതായാലും ഇപ്പോൾ മമത ഇവിടെ പരാജയപ്പെട്ടതിൻ്റെ കാരണം വോട്ട് ചോരിയോ SIRൻ്റെ പ്രശ്നമോ ഒന്നുമല്ല. SIRൽ കുറച്ച് വോട്ടുകൾ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ള പരാതി സുപ്രീം കോടതിയിലെത്തിയപ്പോൾ അത് വന്നാൽ നമുക്ക് പരിശോധിക്കാം, അങ്ങനെ ആ വോട്ട് കൂടി ചേർത്ത് പിന്നീട് നമുക്ക് വോട്ടെണ്ണാമെന്നൊക്കെ പ്രാഥമികമായി സുപ്രീം കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഏത് കേസുമായും സുപ്രീം കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഈ അടുത്ത കാലത്തായി പരാതിക്കാർക്ക് ഒരു ബോണസ് എന്ന നിലയിൽ 1-2 ഡയലോഗുകൾ സുപ്രീം കോടതിയിൽ നിന്ന് ജഡ്ജിമാർ പറയാറുണ്ട്. അതോടുകൂടി പരാതിക്കാർക്കുള്ള സന്തോഷം സുപ്രീം കോടതി അവിടെ അവസാനിപ്പിക്കുകയും വിധി വരുമ്പോൾ അന്യായക്കാർക്ക് വേണ്ടി വിധിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ SIRലെ കൃത്രിമം പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ടൊന്നും അതിൽ ഒരു അർത്ഥവുമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുൻകാല അനുഭവങ്ങൾ നമുക്ക് അങ്ങനെയാണ്. ആ ഭാഗം ഇരിക്കട്ടെ. എന്തുകൊണ്ട് മമതാ ബാനർജി തോറ്റു? അതാണ് പരിശോധിക്കേണ്ടത്. മമതാ ബാനർജിയെ അവിടെ ബംഗാളിലെ മുസ്ലിങ്ങളെ വളരെ അങ്ങേയറ്റം ചേർത്ത് പിടിക്കുകയും മറ്റുള്ള ഈ CPMൻ്റെയും മറ്റു പാർട്ടികളുടെയും വലിയ പ്രയാസങ്ങളിൽ നിന്ന്, ആക്രമണങ്ങളിൽ നിന്ന്, കൊള്ളകളിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുത്ത് കുറേ സമയം അവിടെ ഭരണത്തിൽ ഉണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിന്, ഞാനും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരംഗമാണ്, മുസ്ലിം സമുദായത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതായത് എവിടെയും ഒന്ന് നേരെ പോവുക എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഇടയ്ക്കിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയും എവിടെ നിന്നെങ്കിലും അവർക്ക് ചില ആക്രമണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യാഞ്ഞാൽ അവർക്ക് സഹിക്കുകയില്ല. അത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ ഒരു മുസ്ലിം ലീഗ് ഉണ്ട്. ഈ മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ട് ഇവിടെ സമുദായത്തെ കൂട്ടിയോജിപ്പിച്ച് പോകാൻ അവർക്ക് കഴിയുന്നുണ്ട്. എല്ലാ വിഭാഗവും മതവിരോധികളെല്ലാം മുസ്ലിം ലീഗിൻ്റെ പോരായ്മകൾ ചികഞ്ഞുകൊണ്ടിരിക്കലാണ് അവരുടെ പണി. ബാബരി മസ്ജിദ് വിളിച്ചപ്പോൾ അന്ന് ഭരണം വിട്ടു പോന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബഹളം സൃഷ്ടിച്ചത് ബാബരി മസ്ജിദ് വിഷയം വന്നപ്പോൾ അത് അടിയിൽ ഹിന്ദുക്കളും മുകളിൽ മുസ്ലിങ്ങളും എടുത്തോട്ടെ എന്ന് പറഞ്ഞ EMSൻ്റെ പാർട്ടിക്കാരാണ്. അവർക്കതിൽ അന്ന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എങ്കിലും സേട്ടു സാഹിബ് വിട്ടുപോന്നപ്പോൾ അവർ വലിയ പിന്തുണയാണ് സേട്ടു സാഹിബിന് നൽകിയത്. വാസ്തവത്തിൽ ഇത് മുസ്ലിം സമുദായത്തെ ഭിന്നിക്കുവാനുള്ള ഒരു പിന്തുണയാണ് എന്ന് മനസ്സിലാക്കുവാൻ അന്ന് മുസ്ലിം സേട്ടു സാഹിബിന് പോലും സാധിച്ചില്ല. സേട്ടു സാഹിബും ഇവരുടെ കെണിയിൽ വീണുപോയി. അങ്ങനെ ഇടതുപക്ഷക്കാർ ഓടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയും അവരോടൊപ്പം ചേരുകയും മാധ്യമം പത്രം സേട്ടു സാഹിബിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തപ്പോൾ സേട്ടു സാഹിബിനും എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിയും എന്ന ഒരു ധാരണ ഉടലെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് സേട്ടു സാഹിബ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോയത്. സേട്ടു സാഹിബ് വേറെ പാർട്ടി ഉണ്ടാക്കാൻ പറഞ്ഞത് അന്ന് LDFകാരാണ്. മുസ്ലിം പേരില്ലാത്ത മതേതരത്വ ഭരണഘടനയുമായാൽ ഞങ്ങൾ കൂട്ടിക്കോളാമെന്ന ഒരു വാഗ്ദത്വം സേട്ടു സാഹിബിന് അവർ കൊടുത്തിരുന്നു. ഓരോ സന്ദർഭത്തിലും സഖാവ് സുർജിതിൻ്റെ അരികിൽ പോയി ഭരണഘടനയും മറ്റും അന്ന് സേട്ടു സാഹിബ് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. എങ്കിലും പാർട്ടിയെല്ലാം ആയി കഴിഞ്ഞപ്പോൾ
സുർജിത് പറഞ്ഞു, കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും ഇടതുപക്ഷത്തിലെടുക്കാൻ കൊള്ളുകയില്ല, ഞങ്ങൾ മുസ്ലിങ്ങൾ ഉള്ള ഒരു പാർട്ടിയെയും എടുക്കുകയില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്ന്. അതാണ് സേട്ടു സാഹിബിന് രാഷ്ട്രീയത്തിൽ പറ്റിയ ഏറ്റവും വലിയ അമളി. ഏതുപോലെ കരുണാകരൻ TMC രൂപീകരിച്ചതുപോലെ രണ്ടുപേരും രാഷ്ട്രീയത്തിൽ ഏറെ പരിചയമുള്ളവരായിരുന്നെങ്കിലും അവരെ മറ്റുള്ളവരുടെ വഞ്ചനയിൽ അവർ പെട്ടുപോയി. ഇത് മുസ്ലിങ്ങളുടെ അന്ന് ജമാഅത്ത് ഇസ്ലാമിയും ഏത് പാർട്ടി ഇവിടെ ഉടലെടുക്കുമ്പോഴും എല്ലാവരും അതിലേക്ക് ചേരുകയാണ് ആദ്യത്തിൽ. കാരണം മുസ്ലിം ലീഗ് അല്ലാത്തൊരു പാർട്ടിയുടെ ഉടലെടുക്കുമ്പോൾ അവരുടെ താല്പര്യം ഇതുവഴി മുസ്ലിം ലീഗിനെ തകർക്കാൻ കഴിയും, അല്ലാതെ മുസ്ലിം ലീഗിനെ തകർക്കാൻ കഴിയില്ല എന്നവർ മനക്കോട്ട കെട്ടുകയാണ്. അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ സംഘടനകൾക്കും ഇടതുപക്ഷവും മതവിരുദ്ധരും എല്ലാം വലിയ പിന്തുണയാണ് നൽകിയിരുന്നത്. അതിൻ്റെ ഫലമായി കുറേയൊക്കെ ഭിന്നത ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. നേരത്തെ മുസ്ലിം ലീഗ് LDFുമായി കൂട്ടുചേർന്ന് ഭരിച്ചിരുന്നു. പിന്നീട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ 4 പെണ്ണ് കെട്ടുന്നവർ ഇവിടെ നിൽക്കേണ്ട അഖിലേന്ത്യാ ലീഗിനെ ഒന്ന് മാറ്റി നിർത്തണമെന്ന് EMSന് തോന്നി. പക്ഷേ അവർ പോരാൻ കൂട്ടാക്കുന്നില്ല, പാപ്പയ്ക്ക് തങ്ങളും എല്ലാം ചേർന്ന്. അങ്ങനെ അവരെ പുറത്തിറക്കാൻ ഒരു വിദ്യയും കാണാതിരുന്നപ്പോൾ അന്ന് EMS എടുത്തിട്ടതാണ് 4 പെണ്ണ് കെട്ടുന്നവർ ഈ പാർട്ടിയിൽ നിൽക്കാൻ പാടില്ല എന്ന്. അതോടുകൂടി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയാണ് അന്ന് അഖിലേന്ത്യാ ലീഗുകാർ മുസ്ലിം ലീഗിൽ വന്ന് ലയിച്ചത്. എന്നാൽ ആ ലയനവും അധികാരം നീണ്ടു നിന്നില്ല, അത് വേറെ ചരിത്രമാണ്. പക്ഷേ ഈ സന്ദർഭത്തിലൊക്കെ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന മുസ്ലിം യുവാക്കൾ ഏറെക്കുറെ ഇടതുപക്ഷവുമായി അടുത്തു കഴിഞ്ഞിരുന്നു. അവരിൽ നല്ല ഒരു ശതമാനം ആളുകൾ തിരിച്ച് മുസ്ലിം ലീഗിലേക്ക് വരുന്നതിന് പകരം ഇടതുപക്ഷത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. അത് രാഷ്ട്രീയ ചരിത്രമാണ്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ആണ് അവിടെ നടന്നിരുന്നത്. ഇവിടെ എന്തുകൊണ്ട് മുസ്ലിം സമുദായം ഇപ്പോഴും മുസ്ലിം ലീഗിന് 10 സീറ്റുകളും ചിലപ്പോൾ മന്ത്രിസഭ UDF മന്ത്രിസഭ വരുമ്പോൾ മന്ത്രിസ്ഥാനവുമൊക്കെ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വപരമായ കഴിവാണ്. എല്ലാവരും ഈ മുസ്ലിം ലീഗിനെ നന്നാക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാബരി മസ്ജിദ് തകർത്തപ്പോൾ ഏറ്റവും അധികം വിഷമിച്ചത് ബാബരി മസ്ജിദുമായി ഒരു ബന്ധവും ഇല്ലാത്തവർക്കായിരുന്നു. മുസ്ലിം ലീഗിന് അത്ര വിഷമമുണ്ടായില്ല. അതുകൊണ്ട് അവർ മന്ത്രിസഭയിൽ നിന്ന് വിട്ടില്ല. അന്ന് മന്ത്രിസഭയിൽ നിന്ന് ലീഗ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ലീഗ് ഒന്നുമല്ലാതായി കിട്ടും എന്നായിരുന്നു EMS അടക്കമുള്ളവരൊക്കെയും പ്രതീക്ഷിച്ചിരുന്നത്. ആ തന്ത്രത്തിൽ അന്ന് മുസ്ലിം ലീഗ് വീണില്ല. അങ്ങനെ ആ കാര്യം മുന്നോട്ട് പോയി. ഇപ്പോൾ ഇവിടെ ബംഗാളിൽ മമതാ ബാനർജി വളരെ പ്രയാസപ്പെട്ട് മുസ്ലിങ്ങളെല്ലാം കൂട്ടിപ്പിടിച്ച് ഭരണം നടത്തുകയായിരുന്നു. അവർ രാഷ്ട്രീയം കൊണ്ടൊന്നും സമ്പാദിക്കാത്തവരാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പോലെയുള്ള ഉവൈസിയെ പോലെയുള്ള ആളുകൾ വലിയ അസ്വസ്ഥരായിരുന്നു. കാരണം അവിടെ മുസ്ലിങ്ങൾക്ക് വലിയ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകുന്നത് അവർക്ക് സഹിച്ചില്ല. അങ്ങനെ ബീഹാറിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉവൈസി പോയി കാണിച്ച അതേ പ്രവൃത്തിയുമായി അദ്ദേഹം ബംഗാളിലേക്ക് വന്നു. അപ്പോഴേക്കും ബംഗാളിൽ ഒരു ഹുമയൂൺ കബീർ ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു. ഉവൈസി വന്ന് ബംഗാളിൽ ഇങ്ങനെ നിരീക്ഷിച്ചു നോക്കുമ്പോൾ അവിടെ അവയെ തോൽപ്പിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് ഉവൈസിക്ക് ലഭിക്കുകയില്ല എന്ന് മനസ്സിലായപ്പോൾ ഉവൈസി അല്പം പിന്നാക്കം നിന്നു. ഈ ഹുമയൂൺ കബീറിന് പിന്തുണ കൊടുക്കുകയായിരുന്നു. ഹുമയൂൺ കബീറിന് BJP ധാരാളം പണം കൊടുത്തിട്ടുണ്ട്, നേരിട്ട് കൊടുക്കുന്ന ചിത്രം വരെ മീഡിയകളിൽ വന്നിരുന്നു. അങ്ങനെ ആ വഴിക്ക് അത് തകർക്കാമെന്ന് BJP മനസ്സിലാക്കി. അവിടെ ഭരണത്തിൽ വന്നപ്പോൾ അവിടെ രാഷ്ട്രീയത്തിൽ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് മത്സരിച്ചത് 293 സീറ്റിലാണ്, വിജയിച്ചത് 2 സീറ്റിലും. അതേപോലെ CPM അവിടെ മത്സരിച്ചത് 197 സീറ്റിലാണ്, വിജയിച്ചതാകട്ടെ 1 സീറ്റിലും. അതേപോലെ തന്നെ ഈ ഹുമയൂൺ കബീറിൻ്റെ പാർട്ടി മത്സരിച്ചത് 182 സീറ്റിൽ മത്സരിച്ചു, 2 സീറ്റ് നേടി. രണ്ടും ഹുമയൂൺ കബീറിന് തന്നെയാണ് ലഭിച്ചത്. പിന്നെ അവിടെ ISS ഉണ്ടായിരുന്നു, അവർ 29 സീറ്റിൽ മത്സരിച്ചു, 1 സീറ്റ് അവർ നേടി. എന്താണ് ഇതിൻ്റെ ഈ കണക്ക്? ഇത് വോട്ട് ചോരിയോ SIRലുള്ള കൃത്യമോ ഒന്നുമല്ല. BJPക്കെതിരിലുള്ള വോട്ടുകൾ കോൺഗ്രസിൻ്റെത്, CPMൻ്റെത്, ഹുമയൂൺ കബീറിൻ്റെ ഉന്നയി പാർട്ടിയുടേത്, ISSൻ്റെ എല്ലാ വോട്ടുകളും
ഭിന്നിച്ച് മുന്നേറിയപ്പോൾ കുറഞ്ഞ വോട്ടുകൾ ലഭിച്ച എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും BJP ആണ് അവിടെ ജയിച്ചത്. അതല്ലാതെ അവിടെ SIRലൂടെയോ വോട്ട് ചോരിയിലൂടെയോ ഒന്നുമല്ല ബംഗാളിൽ BJP അധികാരത്തിൽ വന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലും ഇതേപോലെ തന്നെ മുസ്ലിം ലീഗ് ഒന്ന് ഇളകി കിട്ടിയാൽ ഇവിടെ ഭരണം കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിലും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ്. മുസ്ലിം ലീഗ് നേതൃത്വം ഏതെങ്കിലും ഒരു BJPക്കാരനോടോ മറ്റൊരാളോട് സംസാരിച്ചാൽ അതൊക്കെ വളരെ വിവാദമാക്കുന്നവരൊന്നും മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നവരല്ല. മറിച്ച് മുസ്ലിം ലീഗിനെ തകർക്കാൻ എവിടെയാണ് അവസരം, എന്താണ് അവസരം എന്ന് തക്കം പാർത്തിരിക്കുന്നവർ മാത്രമാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. അപ്പോൾ ഈ മാർഗം തന്നെയാണ് വാസ്തവത്തിൽ SDP എന്ന പാർട്ടി കേരളത്തിൽ ഈ ഹുമയൂൺ കബീറിൻ്റെ അതേ പാതയാണ്, ഉവൈസിയുടെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് പറയുന്നു. തെരഞ്ഞെടുപ്പിൽ അവർ പരസ്യമായി തന്നെ CPMനെ പിന്തുണയ്ക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പലരും നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലാത്ത വിധം പലതും പറയുന്നുണ്ട്. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാന്തപുരത്തിൻ്റെ പാർട്ടിക്കാർ ഖലീൽ ബുഖാരി അടക്കമുള്ളവരൊക്കെയും തല പിറകിൽ കൂടെ മൂക്ക് പിടിക്കുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണക്കുന്നവർ ഞങ്ങൾ പിന്തുണക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ UDFന് വോട്ട് ചെയ്യുകയില്ല എന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി UDFുമായി, ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയല്ല എങ്കിലും അവരുടെ പിന്തുണ UDFനാണെന്ന് അവർക്കറിയാം. ഇങ്ങനെ അതുപോലെ തന്നെ SDPIക്കാരും ഇപ്പോൾ പറയുന്നത് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല എന്നൊക്കെയാണ്. ഈ തരം തന്ത്രങ്ങൾ ഇവിടെയും പയറ്റി നോക്കുന്നുണ്ട്. മുസ്ലിം സമുദായം കേരളത്തിലെ മുസ്ലിങ്ങളിൽ അല്പം പുൽപ്പുത്തരാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരവസ്ഥ മുസ്ലിം ലീഗിന് ഉള്ളത്. ആകെ തമിഴ്നാട്ടിലാണ് കേരളം വിട്ടാൽ 2 സീറ്റ് മുസ്ലിം ലീഗിനുള്ളത്. ഈ മുസ്ലിം ലീഗിന് ബംഗാളിലും ഒരു സീറ്റ് ഇതുവരെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അവിടെ മുസ്ലിങ്ങൾ ഭിന്നിപ്പിലാണ്. അവർക്ക് ഉന്നയി പാർട്ടിയുടെ ഹുമയൂൺ കബീറിന് വോട്ട് കൊടുക്കണം, കോൺഗ്രസ് ആണ് ഇവിടെ ഞങ്ങളെ രക്ഷിക്കാനുള്ളത് എന്ന് അവരിപ്പോഴും പറയുന്നുണ്ട്. എത്രമാത്രം സീറ്റിൽ മത്സരിച്ചിട്ട് ആകെ 2 സീറ്റിലാണ് ജയിച്ചത്. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അതേപോലെ തന്നെ CPM 197 സീറ്റിൽ മത്സരിച്ചിട്ട് 1 സീറ്റിലാണ് അവിടെ വിജയിച്ചതെങ്കിലും അവരും അവരുടെ പാർട്ടി നിലനിർത്താനുള്ള ശ്രമം തുടരുകയാണ്. അങ്ങനെയാണ് ബംഗാളിൽ ഈ അവസ്ഥ. ഈ പാർട്ടികൾ BJP യോജിച്ചുള്ള പാർട്ടികൾ ഈ നയം തുടരുന്നിടത്തോളം കാലം ഇതിനൊരു മാറ്റവും വരികയില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും ഒന്നിക്കാമെന്ന് മമതാ ബാനർജി പറഞ്ഞത് പ്രതിപക്ഷ പാർട്ടികളുടെ മറ്റു പാർട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മമതാ ബാനർജി ഇങ്ങനെ വോട്ട് ചോരി കൊണ്ടാണ് തോറ്റത് എന്നതിലല്ല ഊന്നുന്നത്. ഇങ്ങനെ BJP ഇതര വോട്ടുകൾ ഭിന്നിച്ചതുകൊണ്ടാണ് ഇവിടെ പരാജയം സംഭവിച്ചത് എന്നാണ് മമതാ ബാനർജി പറയാതെ പറയുന്നത്. അതിന് ബംഗാളിൽ ചെയ്യേണ്ടത് ഈ BJP ഇതര സംഘടനകൾ, ഈ പറഞ്ഞ ഉന്നായിയും CPIയും കോൺഗ്രസും എല്ലാം കേരളത്തിലെ പോലെ ഒരു സഖ്യമായി മത്സരിക്കുക. എന്നിട്ട് അവരുടെ വോട്ടെല്ലാം ഒരു പെട്ടിയിലും BJPയുടെ വോട്ട് മറ്റൊരു പെട്ടിയിലുമാണ് വീഴുന്നതെങ്കിൽ അവിടെ BJPക്ക് ഭരണം ഒരിക്കലും ലഭിക്കുകയില്ല. അതിന് ഒരുമിക്കാൻ മമത പറയുമ്പോഴും ഈ വരട്ടുവാദം തന്നെ പറയുകയാണ്. CPMും കോൺഗ്രസുമൊക്കെ ഞങ്ങൾ കൂടുകയില്ല എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ക്രെഡിറ്റായി അവർക്ക് തോന്നുന്നുണ്ടെങ്കിലും അവരൊന്നും ഈ അവസ്ഥ പിന്തുടർന്നാൽ ബംഗാളിലേക്ക് ഇനി പ്രതിപക്ഷത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല എന്നുറപ്പാണ്.